നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആരോട് ചോദിച്ചാലും ഒരു പറയും നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, കഷ്ടപ്പെടണം, എന്നാലേ രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. വാട്ട് ഈസ് ആക്ച്വലി ഹാർഡ് വർക്ക്? ഹൗ ഹാർഡ് ഫീൽസ് ലൈക്ക്? വിൽ ഇറ്റ് ഗ്യാരണ്ടി സക്സസ്? ഫോർ ഷുവർ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും എന്നുള്ളത് ഉറപ്പാണോ? നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ വിൽ ടെൽ യു സംതിങ്. നിങ്ങൾ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള സ്മോൾ റെസ്റ്റോറൻറ്റിൽ പോയി നോക്കുക. നോട്ട് ദ ടൈപ്പ് ഓഫ് VIP 5 സ്റ്റാർ വൺസ് അല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല രീതിയിൽ ആൾക്കാർ വരുന്ന തട്ടുകട അല്ല, ഒരു സ്മോൾ സൈസിൽ എപ്പോഴും ആൾക്കാരുള്ള എപ്പോഴും നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ചെറിയ ഹോട്ടൽ നോക്കുക. അവിടെ എങ്ങനെയായിരിക്കും? രാവിലെ മുതൽ രാത്രി വരെ ഭയങ്കര കച്ചവടമുള്ള സ്ഥലമാണ്. അവിടുത്തെ കുക്കിന് അല്ലെങ്കിൽ അവിടുത്തെ ഷെഫിന് ഒരു ഒഴിവുമില്ല. മുമ്പർക്ക് എപ്പോഴും പൊരിക്കലും ചോറുണ്ടാക്കലും മറ്റേതുണ്ടാക്കലും ഷവായ ഉണ്ടാക്കലും അങ്ങനത്തെ ഫുൾ പരിപാടി, ഫുൾ ബിസി രാവിലെ മുതൽ രാത്രി വരെ. ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷെഫ് അല്ലെങ്കിൽ ആ കുക്കിൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഹീസ് റിയലി ഹാർഡ് വർക്കിംഗ്. ഒരു നേരം വെറുതെ ഇരിക്കാൻ ടൈമില്ല. രാവിലെ മുതൽ രാത്രി വരെ എന്നും ആ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്, അവിടെ മൂപ്പര് പണിയെടുക്കുന്നുണ്ട്. സോ ഈസ് എ ഹാർഡ് വർക്ക്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഹിസ് ലൈഫ്, വിൽ ഹി ബി ആക്ച്വലി സക്സസ്ഫുൾ? ഹിസ് നോട്ട് വർക്കിംഗ് ഇൻ ദ VIP ടൈപ്പ് റെസ്റ്റോറൻറ്റ് 5 സ്റ്റാർ ഹോട്ടൽസിലൊന്നുമല്ല. മൂപ്പർക്ക് എന്തൊക്കെയായാലും മൂപ്പര് ഏർണിങ്സ് ഉണ്ടാവുക. ആ ഒരു ഹോട്ടലിലെ മുതലാളി പൈസക്കാരനായിരിക്കും. ആ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾ ഈസ് എ ബിസിനസ് മാൻ. പക്ഷേ ഇയാൾക്ക് ഈ കുക്കിന് എന്തേ കിട്ടുന്നുണ്ടാവുള്ളൂ? ഡെയിലി ഒരു 600 800 1000 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ മന്ത്ലി ഒരു 25 30 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഏറിപ്പോയൊരു 40 ഒക്കെ ഉണ്ടാവും. ഒരു മിഡ് സൈസിലല്ലേ, അപ്പോൾ വലിയ ഹോട്ടൽസ് അല്ലല്ലോ, പേര് കേട്ട ടൈപ്പ് പ്രീമിയം ടൈപ്പ് ഒന്നല്ല, നമ്മൾ സാധാരണ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുന്ന രീതിയിലുള്ള ഹോട്ടൽ. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹാർഡ് വർക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഹാർഡ് വർക്ക് ഡസൻ ഗ്യാരണ്ടി സക്സസ് ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ഹിയർ ബട്ട് ദേ ആർ നോട്ട് സക്സസ്ഫുൾ. ഇനി അതേസമയം ഇഫ് യു ഫ്ലിപ്പ് ദ സ്വിച്ച്, ആ ഹോട്ടലിൽ നല്ല പട്ടിയെ പോലെ പണിയെടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് കുക്കിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലാ ടിപ്സുകളും എല്ലാ മുക്കും മൂലയും ഫുള്ള് പഠിച്ച് അതിൽ വരുത്താൻ പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ വരുത്തി അതിൽ എക്സ്പേർട്ടായി ആ ഒരു സ്കില്ല് മൂപ്പര് നേടി. അതേസമയം മൂപ്പര് കിട്ടുന്ന സാലറിൻ്റെ ഒരു ഭാഗം മൂപ്പര് എന്നിങ്ങനെ സേവ് ചെയ്ത് വന്നാണ്ട് പെട്ടെന്ന് മൂപ്പര് ആ ജോലി ക്വിറ്റ് ചെയ്താണ്ട് സ്വന്തമായിട്ടൊരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. നൗ ദാറ്റ്സ് ഹാർഡ് വർക്ക്. ദാറ്റ് ഈസ് ഹാർഡ്. അതിന് എന്ത് വേണം? അതിന് ഗഡ്സ് വേണം, അതിന് റിസ്ക് എടുക്കണം, അതിന് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവണം. ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. അതെന്തുണ്ട്? സക്സസിന് ചാൻസ് ഉണ്ട് അവിടെ. നമ്മൾ ഒരു സംഭവം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ജോലി എടുത്തിട്ട് നമുക്ക് മനുഷ്യന്മാർക്കുള്ളൊരു നമ്മളെ ഉള്ളിലുള്ള എംബഡഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു ലൂപ്പ് രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുക. എല്ലാം ഒരു റൂട്ടീൻ രീതിയിലായിരിക്കും. എന്നും ഒരേപോലെ പോകുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു സ്കൂളൊക്കെ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നൊരു റൂട്ടീനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ന രീതിയിൽ കയറുന്നു, ഇന്ന ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇന്ന ടൈമിൽ തന്നെ എൻഡ് ചെയ്യുന്നു, ഇന്ന ടൈമിൽ തന്നെ ഏകദേശം നമ്മൾ കടക്കാൻ പോകുന്നു, നമ്മൾ എണീക്കുന്നു. ഇങ്ങനെ നമ്മളൊരു റൂട്ടീൻ, ആക്ച്വലി നമ്മളൊരു റൂട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരു ജീവികളാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എന്തൊരു ജോലി അസൈൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ടാവും? ഫസ്റ്റ് നമ്മളത് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ അതിങ്ങനെ ഫ്ലോ ആയി കഴിഞ്ഞാൽ അത് നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ എന്നും എന്താവും? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ ഒരേപോലെ ഹാർഡ് വർക്ക് ചെയ്യും, നമുക്കത് പിന്നെ ഒരു കംഫർട്ടബിൾ ആയി മാറും. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കേസ് തന്നെ പറയാം. എന്നും യൂട്യൂബിന് ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. കുറച്ച് ദിവസം ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതെന്തായി? ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈം ആവുമ്പോൾ എന്താവും? നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു റൂട്ടീൻ്റെ ഭാഗമായി. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ആയിരിക്കും പല ആൾക്കാരും എന്തുണ്ടാവുക? വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ തന്നെ അത് ഭയങ്കര എന്താവും? നമുക്ക് സഹിക്കാൻ പറ്റാത്ത മാതിരിയായിരിക്കും. നമ്മളിങ്ങനെ ഒരു നല്ല രീതിയിൽ റൂട്ടീനിൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പെട്ടെന്ന് നമുക്കൊരു എക്സ്ട്രാ റിസ്ക് വന്നാലോ എന്തെങ്കിലും ചേഞ്ച് വന്നാലോ നമുക്കൊരു ഒരു ത്രെറ്റ് വരുന്ന മാതിരിയാണ്. നമ്മളാകെ ഹെഡ് ബീറ്റൊക്കെ കൂടി നമുക്ക് മര്യാദക്ക് ഒരു ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, നമ്മളൊന്ന് ടെൻഷനാവും. ഇതേപോലെ നമ്മൾ ഇപ്പോൾ 9 to 5 വർക്ക് ചെയ്യണമല്ലോ മാത്രം അങ്ങനെ പറയല്ല. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും എല്ലാം നമ്മളൊരു റൂട്ടീൻ രീതിയിൽ ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ എക്സാമ്പിളിൽ ആ ഫസ്റ്റ് മൂപ്പര് ചെയ്തിരുന്നത് ഡെയിലി ഭയങ്കര രീതിയിൽ രാവിലെ മുതൽ രാത്രി വരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു റൂട്ടീൻ പോലെ ഒരേ രീതിയിൽ ഇങ്ങനെ പോകണേ. അതേസമയം ആ രണ്ടാമത് പറഞ്ഞ എക്സാമ്പിൾ മൂപ്പര് അത് സേവ് ചെയ്താണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ റൂട്ടീനെ മാറി മൂപ്പര് എന്ത് ചെയ്തു? റിസ്ക് എടുത്തു. അതിന് ആ ഒരു ലൂപ്പ് നിന്ന് മൂപ്പര് പുറത്ത് കടന്നു. മൂപ്പര് തന്നെ സ്വന്തം ഇത് റിസ്ക് എടുത്താണ് ചെയ്യാണ്. അപ്പോൾ ആക്ച്വലി ദാറ്റ് ഈസ് ഹാർഡ്. ഒരു സംഭവത്തിൽ മൈൻഡ്ലെസ്ലി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കരുതി, കുറേ നേരം വർക്ക് ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കരുതി എന്ത് വിളിക്കാൻ പറ്റില്ല? അത് സക്സസ് ഗ്യാരണ്ടി ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആക്ച്വലി ലൈഫിൽ നിന്ന് എന്താണോ വേണ്ടത് അത് തരാൻ അത് ക്യാപ്പബിൾ ആയിരിക്കണം. നമുക്ക് എന്താണോ കിട്ടേണ്ടത്, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഫ്രീഡം, നമ്മളെ വിചാരിക്കുന്ന ലൈഫ് സ്റ്റൈല്, ഇത് തരാൻ ക്യാപ്പബിൾ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന സംഭവം അതിന് ക്യാപ്പബിൾ ആണോ നമ്മൾ ആസ്ക് ചെയ്യണം. ഇഫ് യു ഓൾറെഡി ഫൗണ്ട് ദ കരിയർ അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഐഡിയ
എന്തു ആയിക്കോട്ടെ വിച്ച് ക്യാൻ ആക്ച്വലി ഗിവ് യു വാട്ട് യു വാണ്ട്, യുവർ ലൈഫ് സ്റ്റൈൽ, യുവർ ഫ്രീഡം, യുവർ ടൈം ഫ്രീഡം, യുവർ ഫിനാൻസ്, എന്തായിക്കോട്ടെ അത് തരാൻ ക്യാപ്പബിൾ ആണോ, ദെൻ ഇറ്റ്സ് ടൈം ടു വർക്ക് ഹാർഡ് ഓൺ ഇറ്റ്. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്നും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവുക, എന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പുറമെ ഒരു റിസ്ക് ആണ് ആ സംഭവം. അതായത് നമുക്ക് എക്സ്ട്രാ ഇനി അതിലും ഫോക്കസ് ചെയ്യണം, യൂട്യൂബിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ വീഡിയോസ് മുടങ്ങിയിട്ടുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഗൈഡുകൾ സെറ്റാക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ ഒരു ഫുൾ ഫിറ്റ്നസ് ഗൈഡ് ആ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തു. അതായത് ഒരാൾക്ക് ഒരു ഫിറ്റ്നസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നികത്തിയിട്ട് ഏകദേശം എല്ലാം സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ക്ലിയർ ആവുന്ന രീതിയിൽ അതൊരു ഇൻട്രൊഡക്ഷൻ, എല്ലാ ബേസിക് കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, പിന്നെ എല്ലാ വർക്കൗട്ടുകളും ജിമ്മിൽ പോയിട്ട് അവിടുന്ന് ഷൂട്ട് ചെയ്ത് ഓരോ വർക്കൗട്ടുകളും കാണിച്ചു കൊടുത്ത്, പിന്നെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, സിമ്പിളായിട്ട് ഒന്നും കോംപ്ലക്സ് ആയ രീതിയിലല്ല, ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത്, സപ്ലിമെൻറ്റിനെ കുറിച്ചും പറഞ്ഞു കൊടുത്ത്, ലാസ്റ്റ് നമുക്ക് വേണ്ട അഡോപ്റ്റ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ്. അങ്ങനെ അത്യാവശ്യം നല്ല പണിയെടുത്തതിന് കുറച്ച് അത്യാവശ്യം വീഡിയോസ് ഉണ്ട്, 8-9 വീഡിയോസ് ഉണ്ടാവും, മൊത്തം ഒരു പ്ലേ ലിസ്റ്റ് പോലെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സെറ്റാക്കി തരും. അപ്പോൾ ഈ സെറ്റാക്കുന്ന ടൈമിൽ എന്തായി, എനിക്ക് നോർമലി യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാണ്ട് എഡിറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ, മദറിൻ്റെ ഹൗസിൽ രാത്രി എന്തുണ്ടായിരുന്നു, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും, കുടുംബക്കാരൊക്കെ ഉണ്ടാവും, അവിടെ നല്ല ഫുഡ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുത്തതുണ്ട്, അത് എഡിറ്റ് ചെയ്യാനുണ്ട്. അത് ആ ടൈമിൻ്റെ ഉള്ളിൽ എഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വിചാരിച്ച ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഗൈഡുകൾ സെറ്റാക്കി കൊടുക്കാൻ പറ്റില്ല. അതേപോലെ എന്നിട്ട് വീണ്ടും യൂട്യൂബിലേക്ക് ബൗൺസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കവിടെ വർക്ക് പെൻഡിങ് ആണ്. എനിക്ക് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ പോയാണ്ട് എൻജോയ് ചെയ്യാൻ, എന്നിട്ട് നാളെ വർക്ക് ചെയ്യാൻ തുടങ്ങാം. പക്ഷെ അവിടെ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സ്ലീപ്പ് സാക്രിഫൈസ് ആവും. ഞാനൊരു 9 മണി 10 മണി അതിൻ്റെ ഉള്ളിലായിരിക്കും എൻ്റെ ഒരു അധിക ദിവസം ഉറക്കം ഉണ്ടാവാം. അവിടെ പോയി കഴിഞ്ഞാൽ പരിപാടി തുടങ്ങാൻ ചിലപ്പോൾ ഒരു 9 മണിക്കൊക്കെ കയറും. അപ്പോൾ എൻ്റെ സ്ലീപ്പ് ചിലപ്പോൾ സാക്രിഫൈസ് ആവും. ഇറ്റ്സ് ഫൈൻ, സോഷ്യൽ സിറ്റുവേഷൻ നമുക്ക് വേണം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പിറ്റേ ദിവസത്തെ കണ്ടൻറ്റുകളൊക്കെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ടൈമിനെ അത് ബാധിക്കും. ഞാൻ ചിലപ്പോൾ വൈകി എണീക്കും ഉറക്കം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വർക്ക് മര്യാദയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈവൻ ദോ ഇറ്റ് വാസ് എ ഗുഡ് തിങ്, ഇറ്റ് വാസ് എൻജോയബിൾ ആൻഡ് അവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ ഹാഡ് ടു സാക്രിഫൈസ് ഇറ്റ്. ആ വീഡിയോ ഷൂട്ട് ചെയ്യണം, ആ വീഡിയോ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും പോയി, ഞാൻ പോയില്ല, ഞാൻ ഇവിടെ നിന്നാണ്ട് എഡിറ്റ് ചെയ്തു. സോ ദാറ്റ്സ് എ സ്മോൾ എക്സാമ്പിൾ ഓഫ് വാട്ട് ഹാർഡ് ഫീൽസ് ലൈക്ക്. നമുക്ക് പല സോഷ്യൽ സിറ്റുവേഷൻസും പല എൻജോയബിൾ ആയിട്ടുള്ള കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഉറക്കം പോവും, ചിലപ്പോൾ ടു ഡു ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂല, ചിലപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ ആകെ ബാധിക്കും, പാർട്ടീസ് മിസ്സാവും. ആൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഇത് പെർമനൻ്റ് അല്ല. ഇഫ് യു ആർ ഇൻ യുവർ 20s ആൻഡ് യു ആർ ടോക്കിംഗ് അബൌട്ട് വർക്ക് ലൈഫ് ബാലൻസ്, ദാറ്റ് ഈസ് ബുൾഷിറ്റ്. നിങ്ങളൊരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളാണ്, ഒരു 20-30 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ്, കുറച്ച് വർക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ച് എൻജോയ് ചെയ്യണം, വർക്കും എൻജോയ്മെൻറ്റും ഒരേപോലെ കൊണ്ടുപോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ യു ആർ വൺ ഓഫ് ദ ആവറേജ് പീപ്പിൾ. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് 20s ആർ ഫോർ ബിൽഡിംഗ് എന്നുള്ളത്. അത് 20s എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ലൈഫിനെ ഒന്ന് സെറ്റിൽ ആക്കാനുള്ള ടൈമാണ്, ഫുൾ എൻജോയ്മെൻറ്റിലേക്ക് സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല. ഇപ്പോൾ ഞാനിൻ്റെ ഒരു സ്മോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ CA ഇൻ്റർന് പഠിക്കുന്ന ടൈമിൽ ഏകദേശം 8-9 മാസത്തോളം വാർ മോഡ് അല്ലെങ്കിൽ മങ്ക് മോഡ് എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഫുൾ പഠിത്തം മാത്രം, വേറെ ഒന്നുമില്ല, സോഷ്യൽ സിറ്റുവേഷൻസോ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഫ്രണ്ട്സിൻ്റെ ഒപ്പോ ടൂറോ സിനിമക്ക് പോവുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല, ഫുൾ പഠിത്തം മാത്രമേ ഉള്ളൂ, ക്ലാസ് പഠിത്തം. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ പോലും യൂസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവൻ വാട്സപ്പിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുമോ, നമ്മൾ ആ പരിപാടിക്ക് പോവുമോ, ഇതൊക്കെ ബേസിക്. നമ്മൾ പരിപാടിക്ക് പോവോ, ഒരു ഫംഗ്ഷന് പോവാതൊക്കെ എന്നൊക്കെ ഉള്ളത് ബേസിക്. അതിന് പുറമെ ഞാൻ ചിന്തിച്ചത്, നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇപ്പോൾ ആ ഒരു ടൈമിൽ എന്തേ പാടുള്ളൂ, ആ ഒരു CA പാസ്സാവണം, അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം പാടുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. ചിന്ത പോലും വേറെ ഇതിലേക്ക് പോകരുത്. നോട്ട് ദ ബോഡി അവിടെ തന്നെ ഉണ്ട്, വേറെ ഫംഗ്ഷനൊന്നും പോകണില്ല, അത് അങ്ങനെ തന്നെ അവിടെ നിന്ന് പഠിക്കുകയാണ്, എന്നും ക്ലാസ്സിന് പോകാൻ പഠിക്കുക, ഈ സംഭവം തന്നെ ഉള്ളൂ. പ്ലസ് മൈൻഡ് പോലും ഡിസ്ട്രാക്റ്റഡ് ആകാൻ പാടില്ല, മൈൻഡ് പോലും വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഈ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സാമിനെ കുറിച്ചും പാസ്സാവണെ കുറിച്ചും ചിന്ത മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത്. ഐ നോ ദാറ്റ് അത് ടെമ്പററി ആണ്. ആ ഒരു 8 മാസം മര്യാദക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം ട്രെയിനിങ് ആണ്, ആർട്ടിഫിഷിപ്പാണ്. അവിടെ അങ്ങനെ എന്ത് ചെയ്യണ്ട, കോഗ്നിറ്റീവ്ലി ഭയങ്കര ഇതില്ല. അവിടെ ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കി നേരം എന്ത് ചെയ്യാം, കണ്ടന്റ് ക്രിയേഷൻ ആയിട്ടോ ഫിറ്റ്നസ് ആയിട്ടോ ഒക്കെ ഫോക്കസ് ചെയ്യുക. ഇത്ര പ്രഷർ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നു. ബട്ട് ഇഫ് ഐ ഡോണ്ട് ഡു ദാറ്റ്, ഞാൻ അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ആണെന്ന് പറഞ്ഞാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സിൽ പല ആൾക്കാരും ഉണ്ടായിരുന്നു വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള മൈൻഡ് സെറ്റിൽ.
അങ്ങനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഐ മേ വോൺ പാസ്. ഞാൻ ചെറിയ മാർക്കിനൊക്കെ പൊട്ടും, എന്നിട്ട് ഞാൻ കരയും, എന്നിട്ട് ഞാൻ ഓരോ കാരണം പറയും, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും, എന്നിട്ട് വീണ്ടും പൊട്ടും, റിപ്പീറ്റ് ചെയ്യും, വീണ്ടും പൊട്ടും. അങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അതേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് വൈ ഐ ഡിഡ് ദാറ്റ്. ഐ ഹാഡ് ടു ഗോ ഓൾ ഇൻ. ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ലൈഫിൽ. ഞാൻ ആദ്യം എക്സാമ്പിൾ എടുക്കുന്നത് ആ ഒരു സംഭവത്തിന് മാത്രമല്ല, ആ ഒരു ഹാബിറ്റ് ഞാൻ എല്ലാത്തും കൂടും. ആ ഒരു ഹാബിറ്റ് ഇങ്ങൾക്കും എല്ലാത്തും കൂടാം. അതായത് ഒരു സെർട്ടൺ പീരിയഡ് ഓഫ് ടൈം, ഒരു ടൈം പീരിയഡ് സെലക്ട് ചെയ്യുക. 20 ദിവസമോ 30 ദിവസമോ 90 ദിവസമോ നിങ്ങളിഷ്ടം. ആ ഒരു ടൈമിൽ നമ്മൾ വർക്ക് മോഡിലാണ്, നമ്മൾ മര്യാദക്ക് വർക്ക് ചെയ്യണം. വർക്ക് ലൈഫ് ബാലൻസ് അല്ല. കുറച്ച് നേരം വർക്ക് ചെയ്താണ് പിന്നെ എൻജോയ് ചെയ്യുക, പിന്നെ വർക്ക് ചെയ്യുക, പിന്നെ എൻജോയ് അല്ല. അവിടെ ഫുള്ള് വർക്കാണ് നമ്മൾ ബിൽഡ് ചെയ്യണം. നമ്മൾ അതിന് ഒബ്സസ്ഡ് ആണ്. പിന്നെ കുറച്ച് ദിവസം എന്ത് ചെയ്യുക, കഴിഞ്ഞിട്ട് റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. ഒരു 10 ദിവസമോ 15 ദിവസമോ 20 ദിവസമോ റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. അവിടെ എന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു 20 ദിവസം വർക്ക് ചെയ്തു, നല്ല ഹെവി വർക്ക് ചെയ്തു, നിങ്ങൾ ഫുൾ എഫേർട്ട് ഇട്ടു. ഞാൻ അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു റിവാർഡ് എന്നുള്ള രീതിയിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫണ്ടിന് വേണ്ടി ടൈം അലോ ചെയ്യാം. ഞാൻ യൂട്യൂബിൽ എവിടെയോ കണ്ടൊരു വീഡിയോ ഉണ്ട്. മൂപ്പരെ പേര് കറക്റ്റ് ഓർമ്മല്ല. ഒരു ഓൾഡ് ആയിട്ടുള്ള ആളാണ്. മൂപ്പരെ അടിപൊളി കോട്ടുകളൊക്കെ വരലുണ്ട്. അപ്പോൾ അതിലുള്ളൊരു സംഭവം, വെൻ യു ആർ അറ്റ് വർക്ക് ബി അറ്റ് വർക്ക്, വെൻ യു ആർ ഇൻ ബീച്ച് ബി അറ്റ് ദ ബീച്ച്. അതായത് നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിൽ ബീച്ചിലുണ്ടാവണം, വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്കിലുണ്ടാവണം ആണ് മൂപ്പര് ഉദ്ദേശിച്ചത്. സിമ്പിളാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആവറേജ് ആൾക്കാർ എങ്ങനെ ചിന്തിക്കാം, ഓല് വർക്കിന് പോകുമ്പോൾ ആലോചിച്ചോല് എൻ്റെ ഫാമിലി നിങ്ങൾക്ക് ബീച്ച് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യണം. ബീച്ച് കൊണ്ടുപോകണം മീൻസ് എൻജോയ് ചെയ്യണം, ടൂർ പോകണം, അങ്ങനത്തെ സോഷ്യൽ സിറ്റുവേഷൻ വേണം, ഫാമിലി ലൈഫ് വേണം. എന്നിട്ട് ഫാമിലി ലൈഫിന് പോകുമ്പോൾ എനിക്കിന്ന് വർക്കുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്ത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യും കുറച്ച് ദിവസം, റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ മര്യാദക്ക് റെസ്റ്റ് എടുക്കും, ഫണ്ട് മര്യാദക്ക് എടുക്കും. മനസ്സിലായോ? അപ്പോൾ രണ്ടിനും നമ്മൾ എന്താ കൊടുക്കുന്നത്, ഒപ്റ്റിമൈസേഷനാണ്. അല്ലാതെ ആവറേജ് ആൾക്കാരെ പോലെ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഈ വർക്ക് ലൈഫ് ബാലൻസ് ലൈഫ് ലോങ് കൊണ്ടുപോകുക, എന്നിട്ട് റിസൾട്ടിന് ലൈഫ് ലോങ് ഡിലേ ചെയ്യല്ല. വർക്ക് ചെയ്യുമ്പോൾ മര്യാദക്ക് വർക്ക് ചെയ്യും, അതുകൊണ്ട് തന്നെ ഡബിൾ ത്രിബിൾ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും, ഓലെ നോർമൽ ആൾക്കാരെ ഡബിൾ ത്രിബിൾ റിസൾട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾ കുറച്ചെല്ലാം വർക്ക് ചെയ്തു, നിങ്ങൾ 20s നിങ്ങൾ നല്ല വർക്ക് കിട്ടു, നിങ്ങളെ താഴെ മാനേജേഴ്സൊക്കെ ആയി, നിങ്ങൾ വർക്കൊക്കെ അത്യാവശ്യം ഓട്ടോമാറ്റഡ് ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ, നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രീ ടൈമൊക്കെ ആവാം. ആ ഒരു ടൈമിൽ ഒന്ന് സ്റ്റേബിൾ ആയ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിയൊക്കെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ ഒന്നും അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വർക്ക് ലൈഫ് ബാലൻസ് വേണം, എനിക്ക് എൻജോയ് ചെയ്യണം, ലൈഫ് ഫുള്ള് വർക്ക് ചെയ്യാനുള്ള അല്ല എന്ന് പറഞ്ഞാണ്ട് ഇറ്റ്സ് ഓക്കെ. ഇഫ് യു വാണ്ട് ടു ബി ആവറേജ് ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ടോട്ടലി ഫൈൻ. പക്ഷെ ഒന്നാലോചിക്കുക, ആ ഒരു വർക്ക് ലൈഫ് ബാലൻസിലൂടെ ഉള്ള ആ മൈൻഡ് സെറ്റ്, വർക്കും ഫണ്ടും ഒപ്പം കൊണ്ടുപോകണം എന്നുള്ള മൈൻഡ് സെറ്റിലൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ രീതിയിലല്ല കേട്ടോ. അതായത് കുറച്ച് ദിവസം വർക്ക് ചെയ്യുന്നു, കുറച്ച് ഡ്യൂറേഷൻ വർക്കിന് വേണ്ടി മാത്രം ഫോക്കസിന് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം എൻജോയ് ചെയ്യുക, അങ്ങനല്ല. രണ്ടും കൂടി മിക്സ് ചെയ്താണ്ട് കൊണ്ടുപോകുക. വർക്ക് ചെയ്യുന്നു, അതിനിപ്പം ഫ്രണ്ടിനെ വിളിക്കുന്നു, അന്ന് തന്നെ ഉച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു, ഓലപ്പം കറങ്ങാൻ പോകുന്നു, വൈകുന്നേരം വരുന്നു, അങ്ങനെ ആ രീതിയിൽ വർക്കും ഫണ്ടും കൂടി ഒരേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾ വർഷങ്ങളോളം എടുത്തുണ്ടാക്കുന്ന റിസൾട്ടുകൾ ഇവിടെ മര്യാദക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ മാസങ്ങളോണ്ടോ ആഴ്ചകളോണ്ടോ ഉണ്ടാക്കും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഇഫ് യു വാണ്ട് ടു സ്റ്റേ ആവറേജ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. എന്ത് ചെയ്യുക, വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ആലോചിച്ച് കണ്ട് ടൈം കളയരുത്. ഇപ്പം നിങ്ങളൊരു 20s നിങ്ങൾ ബിൽഡ് ചെയ്യണത്, അല്ലെങ്കിൽ 30s എത്തി നിങ്ങളിപ്പോഴൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വയസ്സിൻ്റെ കേസല്ല കേട്ടോ, നമ്മളൊന്നും ബിൽഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ആവറേജ് എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു സെറ്റിൽ ആവണ വരെ എന്ത് ചെയ്യുക, വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, ഫുള്ളി ഗോ ആൾ ഇൻ. പക്ഷേ പെർമനൻ്റ് ആയിട്ട് മങ്ക് മോഡിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പീരീഡ് സെലക്ട് ചെയ്തുകൊണ്ട് 20 ദിവസമോ 30 ദിവസമോ 90 ദിവസമൊക്കെ എന്ത് ചെയ്യുക, വർക്ക് ഡേയ്സ് അല്ലെങ്കിൽ വർക്ക് മോഡ് എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഒരാഴ്ച 2 ആഴ്ച 1 മാസമോ എന്താ വെച്ചാൽ അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ ചെയ്തതിന് നിങ്ങൾ റിവാർഡ് കൊടുക്കുക. എന്നിട്ട് ഫണ്ട് ചെയ്യുമ്പോൾ ഫണ്ടിൽ തന്നെ ഫോക്കസ് ചെയ്യുക, അവിടെ പ്രസൻ്റ് ആയിരിക്കണം. വർക്ക് ചെയ്യുമ്പോൾ വർക്ക് തന്നെ ഉണ്ടായിരിക്കണം. രണ്ടും കൂടി എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. അപ്പോൾ തീരെ റിസൾട്ട് ഉണ്ടാവില്ല. ആൻഡ് റിമെമ്പർ, ഇത് പെർമനൻ്റ് അല്ല. ഇത് നമ്മളൊരു സംഭവത്തേക്ക് എത്തണ വരെ, നമ്മളൊന്ന് സെറ്റിലാക്കണ വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അടിയിൽ കുറേ ഓട്ടോമേഷനുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ തല ഫുൾ അതിലുണ്ടാവില്ല. നമ്മൾ ആ ഇൻഫർമേഷൻ ബോട്ടിലിനൊക്കെ നമ്മളെ തല ഊരാൻ പറ്റും. നമ്മൾ കുറച്ച് സെറ്റിലായി കഴിഞ്ഞാൽ, നമുക്ക് മാനേജേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി വർക്ക് ലൈഫ് ബാലൻസ്, ഫാമിലി ലൈഫ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പെർമനൻ്റ് അല്ല. പക്ഷെ ഒരു സംഭവം ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിൽ നല്ലോണം ഫോക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, വർക്ക് ലൈഫ് ബാലൻസ്, ഇങ്ങനെ ഫണ്ട് വേണം ലൈഫിൽ എന്നൊക്കെ പറഞ്ഞാണ്ട്. ഞാനും പറയലുണ്ട് ഫണ്ട് വേണം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ രീതിയിലാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാനായിരുന്നു ഈ വീഡിയോ. ദിസ് ഈസ് വാട്ട് ടോപ്പിക്സ് വി ഡിസ്കസ് ഇൻ അവർ കമ്മ്യൂണിറ്റി. ജോയിൻ നൗ, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് ടയർ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ആ ടയർ കംപ്ലീറ്റ് ആയ പ്രൈസ് കൂടും. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.